എന്തുകൊണ്ടാണ് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് വിചാരിക്കുന്നത്? അതിൻ്റെ പരിതസ്ഥിതിയാണ് എനിക്കറിയാൻ താല്പര്യമുള്ളത്. ഓൾറെഡി ഒരു രാഷ്ട്രീയ കക്ഷിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കേരള പീപ്പിൾസ് പാർട്ടി റീവാമ്പ് ചെയ്തെടുത്ത സമയത്തെ പറഞ്ഞിരുന്നു ഇതിന് ഞാനൊരു വലിയ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗോളാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനൊരു ചിന്തകളുള്ള അങ്ങനെ ലക്ഷ്യങ്ങളുള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അമ്മയുടെ സ്ഥാനത്തിലേക്ക്, അതായത് അമ്മ അൾട്ടിമേറ്റ്ലി അതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ കൂടിയാണല്ലോ, അത് ആ മത്സരിക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള കാര്യം എന്താ? വാസ്തവത്തിൽ ഇതിനെപ്പറ്റി ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു സംഗതിയാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ വരിക എന്നുള്ളത്. ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല, അതിനെപ്പറ്റി സ്വപ്നം കണ്ടിട്ടില്ല. അങ്ങനെ ഇതിനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അതാണ് ഇതിനകത്ത് വരാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് ഈ ഹേമ കമ്മീഷന് ശേഷം ഉണ്ടായ ആ ഡെവലപ്മെൻറ്റ്സിൻ്റെ പ്രോഗ്രാം ആകൊക്കെ വന്നു. ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കി. ആ അഡ്ഹോക് കമ്മിറ്റിയാണ് 6 മാസം ഭരിച്ചത്. അതിനുശേഷമാണ് ഒരു ജനറൽ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. ആ സമയത്ത് മോഹൻലാൽ ആ സ്റ്റേജിൽ, അപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു, ആ സ്റ്റേജിൽ വളരെ അഡമൻ്റായിട്ട് പറഞ്ഞു ഞാൻ ഇനി ഇല്ല. അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്തു നമുക്ക് വേറൊരു ഇലക്ഷൻ നടത്തി പുതിയ ഭാരവാഹികൾ നൽകി, പക്ഷേ ഞാൻ ഈ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ 100% ആൾക്കാർ എനിക്ക് നിന്നിട്ട് പറഞ്ഞു ലാലേട്ടൻ പോകരുത്, നമുക്ക് വി നീഡ് ലാലേട്ടൻ. എല്ലാവരും അതിനകത്തൊരു അഭിപ്രായവ്യത്യാസം എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ലാല് വളരെ അഡമൻ്റാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ആ ഒരു തർക്കം തന്നെ, ലാലും ഞങ്ങളായിട്ടുള്ള തർക്കം തന്നെ ഒരു അരമണിക്കൂർ നീണ്ടു നിന്നു. ലാല് പറഞ്ഞു ഞാൻ ഒരു കാരണവശാലും ഇതിൽ വരില്ല, ഇലക്ഷൻ നടത്തിക്കോളൂ, ഇവിടെ ആർക്ക് വേണമെങ്കിൽ വരാം. ഇപ്പോൾ ഇവിടെ പല ആൾക്കാരും പറയുന്നുണ്ട് സ്ത്രീകൾ വരണമെന്ന് പറയുന്നുണ്ട്, ആയിക്കോട്ടെ സ്ത്രീകൾ വരട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അവസാനം നമ്മൾ അതൊരു തീരുമാനിച്ച് നമ്മൾ അടുത്ത ഇലക്ഷന് നിൽക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോഴും എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ലാൽ ശരിക്കും വരും. ലാലിന് അങ്ങനെ നമ്മൾ ഇട്ടിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ്. ലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ പിന്നെ ആർക്കും അങ്ങനെ അമ്മേനെ ഉപേക്ഷിച്ച് പോകാൻ മനസ്സ് വരില്ല. അത്ര അറ്റാച്ച്ഡാണ് ഞങ്ങൾ. മനസ്സിലായി ഈ അമ്മയായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് അത് ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ് നമ്മുടെ വേദന. ഞങ്ങളും അമ്മയായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വലിയ ഒരു ഭയങ്കര ബന്ധമാണത്. അപ്പോൾ എൻ്റെ ഒറ്റ ഇതെന്ന് വെച്ചാൽ ലാൽ ഒരിക്കലും അങ്ങനെ ഒരു പൊസിഷനിലേക്ക് പോയില്ല, ഈ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മാറില്ല എന്നുള്ളൊരു പ്രദേശം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഷൂട്ടിങ്ങായിട്ട് നടക്കുമായിരുന്നു. നോമിനേഷൻ കൊടുക്കാനുള്ള തീയതി ലാസ്റ്റ് ഡേ വന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് മോഹൻലാൽ നോമിനേഷൻ കൊടുത്തിട്ടില്ല. അതെനിക്ക് ഭയങ്കരമായൊരു ഷോക്ക്. കാരണം എൻ്റെ പ്രതീക്ഷ അങ്ങനെ ലാൽ വരും എന്നുള്ളതായിരുന്നു. ഞാനിത് ഈ ഒരു സംഗതി ശ്രദ്ധിച്ചിട്ടേ ഇല്ല, ഈ ഇലക്ഷൻ പറ്റിയിട്ട് ഞാൻ ആലോചിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അന്ന് കാലത്ത് നോക്കിയപ്പോൾ ഈ ഇലക്ഷനിൽ മറ്റു പല ആൾക്കാരും മത്സരിക്കുന്നു, മോഹൻലാൽ പത്രിക സമർപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ അറിയാം. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഘാതമായത്, ലാലിന് ഇത്രയും വേദനിച്ചോ എന്നുള്ള ഒരു ഫീലിംഗ് ആയിപ്പോയി. അപ്പോൾ ഇതിനു മുമ്പ് ലാലുമായിട്ട് സംസാരിച്ചപ്പോൾ ലാല് എന്നോട് പറഞ്ഞു ഞാനിങ്ങ് വരില്ല, കാരണം അത്രയധികം ഞാൻ എന്തിനാണ് വരണേ. അത് ലാല് ആ പറയുന്ന വാക്കുകളിൽ ഒരു ഗദ്ഗത കണ്ഠനായിട്ടാണ് പറയുന്നത്, കണ്ണുകളൊക്കെ നിറഞ്ഞുകൊണ്ട് പറയാൻ. ഒരു മഹാനടൻ, വലിയൊരു മനുഷ്യൻ, ആക്ച്വലി നമ്മളൊക്കെ ആരാധിക്കുന്നൊരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയാണ് ഞാനിങ്ങ് വരില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ആകെ അന്തം വിട്ടുപോയി, ഞങ്ങൾക്ക് ശബ്ദമില്ലാതായിപ്പോയി. അപ്പോൾ ആ പറച്ചിലിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് കഴിഞ്ഞിരിക്കുന്നല്ലോ. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ വരില്ല എന്ന് ഉറപ്പായി. എന്നാൽ എൻ്റെ മനസ്സിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് അദ്ദേഹം വരും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. സാധാരണ എല്ലാ ടേമിലും വരുമ്പോഴും അങ്ങനെ അവസാനം ശരിയെന്ന് പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അത് വന്നപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമമായിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഭയങ്കരമായിട്ടൊരു അനാഥമായി പോകുമോ എന്നുള്ളൊരു ഭയം എനിക്ക് വന്നിട്ടുണ്ട്. കാരണം എന്നെ ഭയപ്പെടുത്തിയത് ഈ അമ്മ എന്ന സംഘടന ആർക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ളതാണ്.
ഇത് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ളത് ഏതാണ്ട് ഒരു ഞങ്ങൾ ആകെ 506 പേരുണ്ട്. അതിൽ ഏതാണ്ട് 350 375 പേർക്കും തൊഴിലില്ല. അവർ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞെന്നല്ലാതെ അവർക്ക് ചാൻസുകളില്ല. അപ്പോൾ അവരുടെ ഒരു ഇതായിട്ടാണ് അവരുടെ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. പണ്ട് മുതലുള്ള ആദ്യത്തെ നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അസോസിയേഷൻ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ലാല് പോയി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? ലാല് പോകുന്നതോടുകൂടി ആകെ തകിടം മറിയല്ലോ. ഈ അമ്മ എന്ന സംഘടന ആകെ തകർന്നു പോകാനുള്ള ഒരു സംഗതി വരാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഓരോരുത്തർ എന്നെ വിളിക്കുന്നുണ്ട്. നീ വാടാ, നീ ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ അമ്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് നഷ്ടപ്പെടലല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന 350 പേരോടെ എല്ലാ ദിവസവും അമ്മയുടെ സഹായം നോക്കി ഗേറ്റിൻ്റെ അവിടേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന 350 പേര് നമുക്കുണ്ട്. നമ്മുടെ അമ്മമാരും സഹോദരിമാരൊക്കെ ആയിട്ടുള്ള. ഇപ്പോൾ അറിയാലോ, ഒരു 5000 രൂപ മാസം കിട്ടുന്ന 127 പേരുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ മെഡിക്കൽ കിറ്റ് കിട്ടുന്ന 57 പേരുണ്ട്. ഇതിന് രണ്ടിനും മാത്രം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 11 ലക്ഷം രൂപ ഒരു മാസം നമ്മൾ ചിലവ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇല്ല, 11 ലക്ഷം രൂപയാണ്. അത് മാധ്യമക്കാർക്ക് ആക്കുന്നതൊന്നും ഇതിനെ പറ്റി അറിയില്ല, ഡീറ്റെയിൽസ് അറിയില്ല. 11 ലക്ഷം രൂപയാണ് മാസം നമുക്ക് ആവശ്യം ഇതിന് മാത്രം. അതുകൂടാതെ ഇൻഷുറൻസ്, പിന്നെ കല്യാണം, മരണം, ആക്സിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സംഗതികൾ വരുന്നുണ്ട്. വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് പല ആൾക്കാർക്കും. അപ്പോൾ ഇതിനെ ഏറ്റവും കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇഫക്റ്റ് ചെയ്യുന്നത് ഈ ബെനിഫിഷ്യറീസാണ്, ഈ പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു നീ എന്തേലും നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായി എന്ന് തോന്നി തുടങ്ങി. അങ്ങനെ ഒരു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, എനിക്കിപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ മാറിക്കളയും, ഞാൻ പറഞ്ഞു പിന്നെ പറയാമെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് സമയം തരാൻ പറഞ്ഞു. അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഡേ ആണിത്, മനസ്സിലായില്ലേ? നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസം 4 മണിക്ക് ഇത് ചെയ്യണം. അപ്പോൾ എനിക്ക് ഷൂട്ടിങ്ങാണ് ഞാൻ ആലോചിച്ചപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ വന്നത്. കുറേ അമ്മമാരുടെ, കുറേ സഹോദരന്മാരോടൊക്കെ അവരെ ഞാൻ ആലോചിക്കുകയാണ്. എല്ലാ ദിവസവും 1-ാം തീയതി ഈ 5000 രൂപയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ, ഈ ഓരോ മാസത്തിൻ്റെയും ആദ്യ ദിവസം ഈ മെഡിക്കൽ കിറ്റ് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന രോഗികളായ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ഇന്ന് ആലോചിച്ച് നോക്കും. അതെല്ലാം തകരും, അവരുടെ സ്വപ്നങ്ങൾ തകർന്നു പോകും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും നമുക്കിത് എന്ത് റിസ്ക് എടുത്താലും ശരി, എനിക്കങ്ങനെ തോന്നിയില്ല. അങ്ങനെ തന്നെ ഇതെല്ലാം നോമിനേഷൻ എല്ലാം ഒപ്പിട്ട് അങ്ങനെ ഞാൻ കാറിൽ കൊടുത്തയച്ചു. 4 മണിക്കാണ് ഇത് അവസാനിപ്പിക്കുന്നത്. 3 മണിക്കാണ് എൻ്റെ പേപ്പർ ബോക്സിൽ വീഴുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ആ സാഹചര്യമാണിത്. എൻ്റെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. ആ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ എന്ന സംഘടന ഒരിക്കലും കൈവിട്ട് പോകരുത്, അന്യമായി പോകരുത്, അനാഥമായി പോകരുത്. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ഈ അമ്മ എന്ന സംഘടനയ്ക്ക് നടന്ന ദേവൻ്റെ വരവ് അത്ര എന്താ പറയുക, ആരും പ്രതീക്ഷിച്ചിരുന്നൊരു ഘട്ടത്തിലല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇതിനുള്ള തിയറികളും രൂപപ്പെട്ട് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഒന്ന്, ദേവനെ പോലുള്ളൊരു താരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് വഴി മറ്റു ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട്, ഇതിന് പിന്നിൽ മറ്റു ചില വലിയ താരങ്ങളുണ്ട്. മറ്റൊന്ന്, ഇത് അമ്മ എന്ന സംഘടന മുഴുവനുമായും BJP വൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് എന്നൊക്കെ. ഇങ്ങനെയുള്ള തിയറികളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങളും എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ എനിക്ക് വേദന തോന്നിയത് കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും ഈ അമ്മയെപ്പറ്റി മനസ്സിലാക്കാത്തവരാണല്ലോ ഇവരൊക്കെ. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയിൽ BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ലീഗുകാരുണ്ട്, എല്ലാ ആൾക്കാരുണ്ട്. വളരെ സജീവമായി പ്രവർത്തിക്കുന്നവരുണ്ട് അമ്മയിൽ. ഓരോ പാർട്ടികളിലും വളരെ സജീവമായിട്ട് ഇലക്ഷൻ നിൽക്കുന്നവരുണ്ട്. ഇതിനുവേണ്ടി ഈ പൊളിറ്റിക്കലായിട്ടുള്ള സ്ഥാനങ്ങൾ വഹിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്നേ വരെ ഡേ 1 മുതൽ 1994 ഞങ്ങളിത് ആരംഭിക്കുന്നത്. അത് ഇതേവരെ ഈ നിമിഷം വരെ അങ്ങനെ ഒരു ചേരുതിരിവ് ഞങ്ങളുടെ അമ്മയിൽ ഉണ്ടായിട്ടില്ല.
അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഒരിക്കലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ അമ്മയുടെ കാര്യങ്ങൾ മാത്രം അവിടെ അമ്മയുടെ ഇതെങ്ങനെ നമ്മൾ സഹായിച്ചെടുക്കാം, എങ്ങനെ നമ്മൾ ഫണ്ട് ഉണ്ടാക്കാം. കാരണം എല്ലാ മാസവും ഇത്ര എമൗണ്ട് വരുന്നുണ്ടേ. ഇതെങ്ങനെ, കാരണം ഒരു മാസം ഇല്ല എന്ന് പറയാൻ പറ്റും നമുക്ക്. കാരണം നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഈ 350 പേരുടെ മുമ്പിൽ നമ്മൾ എന്താണ് ഉത്തരം പറയാൻ? ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി നമുക്കില്ലേ? ഇതല്ലാതെ വേറെ യാതൊന്നുമില്ല. അതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയവൽക്കരിക്കാനോ കാവ്യവൽക്കരിക്കാനോ ഒന്നുമല്ല ഇതിനകത്തുള്ളത്. ഒക്കെ പ്യുവർലി ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, മനുഷ്യത്വപരമായിട്ടുള്ള, അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. ബാക്കി മുഴുവനും ബുൾഷിറ്റാണ്, നോൺസെൻസാണ്. പക്ഷേ സ്വയം ഉള്ള രാഷ്ട്രീയം അതുകൂടി ആളുകൾ നോക്കുമല്ലോ. ഇദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു, അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. അങ്ങനെയുള്ള തിയറികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യായീകരണങ്ങളെ കൂടി നമ്മൾ മുന്നിൽ കാണണ്ടേ? അത് ന്യായീകരണങ്ങളല്ലത്, അത് എലിഗേഷൻസാണ്, ആരോപണങ്ങൾ മാത്രം. അങ്ങനെ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. ഞാനൊരു BJP-യിലുള്ള ഒരാളാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ BJP വളർത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെ വന്നത്, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരിക്കലും അത് ചെയ്യൂല. അത് വേറെ, അമ്മ വേറെ, രാഷ്ട്രീയം വേറെ. രാഷ്ട്രീയ പാർട്ടി വന്നിട്ട് ഞാൻ അമ്മയ്ക്കകത്ത് അങ്ങനെ ഞാൻ മാത്രം വിചാരിച്ചാൽ ഇവിടെ BJP-നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? അമ്മയ്ക്കകത്ത് ഒരിക്കലും പറ്റില്ല. പക്ഷേ സാർ എത്രയോ കാലമായി സിനിമയിലുള്ള ആളാണ്, ഇത്രയധികം ആഴുന്ന ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീ മോഹൻലാൽ അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടിയൊക്കെ ഒരു ഫോൺ കോളിനപ്പുറത്ത് ഫോൺ എടുക്കും, സംസാരിക്കും. അപ്പോൾ അത്രയും സ്വാധീനമുള്ളൊരു മനുഷ്യൻ തലപ്പത്ത് വരുമ്പോൾ, അതും അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടാകുമ്പോൾ അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നതിൽ ഒരിക്കലുമില്ല. എങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാം? കാരണം പറഞ്ഞാൽ ഈ മോഹൻലാലിന് രാഷ്ട്രീയമുണ്ട്, മമ്മൂട്ടിക്ക് രാഷ്ട്രീയമുണ്ട്. അവരൊന്ന് എൻ്റെ രാഷ്ട്രീയം കൊണ്ടുവന്ന ശരി, ദേവൻ വന്നിരിക്കുന്നു, ഞങ്ങൾ ദേവൻ്റെ കൂടെ പോരെന്ന് പറയുന്നത്, അവരൊക്കെ ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കുന്നവരാണ്. അവരൊക്കെ മഹാന്മാരിൽപ്പെട്ട ആൾക്കാരാണ്. കാരണം നമ്മൾ സാധാരണ ഇപ്പോൾ മറ്റുള്ള ലാംഗ്വേജിലുള്ള നായകന്മാരെ പോലെ അല്ല നമ്മുടെ നായകന്മാർ. അറിവ്, വിവരം, വിവേകം, സ്വന്തമായ അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണ്. മമ്മൂട്ടിയുടേതായ ഒരു പാർട്ടിയുണ്ട്. ഞാൻ പറഞ്ഞേ മമ്മൂട്ടി CPM-ൻ്റെ ആളാണല്ലോ, അത് ഡിക്ലെയർഡ് ആണല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മമ്മൂട്ടി എപ്പോഴെങ്കിലും ഇതിനകത്ത് വന്നിട്ട് ഞാൻ CPM-ൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ചെയ്തിട്ടില്ല. കാരണം മോഹൻലാലും അപ്പോൾ എല്ലാവരും ഇയാളിപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് ഇതിലേക്ക് പോകുമെന്നില്ല. ഇതേവരെ ലാല് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കൂടിയിട്ടില്ല, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇതിനകത്ത് വന്നാൽ ഞാൻ ദേവൻ എന്ന നടനാണ്, അമ്മയുടെ ഒരു മകനാണ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇതിനകത്ത് കൺസിഡറേഷൻ ഇല്ല. അത് ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചില ചീപ്പായിട്ട് ചില കാര്യങ്ങൾ പറയുള്ളൂ. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ശ്വേത മേനോന് നടന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അഭിമുഖം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശ്വേത മേനോൻ എന്നുള്ള നടി അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. ആ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആവുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക, യാദർച്ഛികത എന്ന് പറഞ്ഞാൽ അവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിൽക്കുന്നൊരു സമയത്താണ് ഈ ഒരു കേസ് ഭൂമപ്പായി വരുന്നത്. തീർച്ചയായും 2 ടൈം സോണിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അവർ അശ്ലീല ചിത്രങ്ങൾ അഭിനയിച്ചു എന്ന് പറയപ്പെടുന്ന സർട്ടിഫൈ ചെയ്തിട്ടുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുള്ളത് മറ്റൊരു ടൈം സോണിലാണ്. ആ കേസാണ് ഇപ്പോൾ നടക്കുന്നത്. അവർക്ക് നേരെ വന്നിട്ടുള്ള ഒരു കേസ്, അതും ഈ അമ്മ ഇലക്ഷനുമായിട്ട് എന്തെങ്കിലും വിധത്തിലുള്ളൊരു ബന്ധമുണ്ടോ? അതിനെ ആദ്യം എതിർത്ത ഒരാളും സാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആ പരാതിയെപ്പറ്റി നടൻ ദേവൻ മനസ്സിലാക്കിയിട്ടുള്ളത്? അത് ഞാൻ ഇപ്പം നേരത്തെ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. ബുൾഷിറ്റാണ്, നോൺസെൻസാണ്. കാരണം ഇത് ആദ്യം എനിക്ക് ഇന്നലെയാണ്, എന്നാൽ ഞാൻ ഹരിപ്പാട് എത്തിയപ്പോഴാണ് എനിക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്, ഇങ്ങനെ ഒരു സംഗതി വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വേദന തോന്നി, വലിയ വിഷമായി പോയി. കാരണം ശ്വേതാ മേനോന് ഇങ്ങനൊരു ഗതികേടോ? കാരണം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാൻഡിഡേറ്റാണ്. പക്ഷേ ഞാൻ അതല്ല ആലോചിച്ചത്. എനിക്ക് വല്ലാണ്ട് വേദന തോന്നി. ഇതൊരു അപ്പം തന്നെ ഞാൻ എന്താണ് ഇവരുടെ പേരിലുള്ള അലിഗേഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ FIR-നെ പറ്റിയിട്ടുള്ള ഞാൻ പല സ്ഥലത്തും ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ ഇത് ഒരു കാരണവശാലും നിലനിൽക്കാത്തൊരു കേസിൻ്റെ FIR ഇട്ടിരിക്കുകയാണ്. പണ്ടെങ്ങാണ്ടോ അഭിനയിച്ച ഒരു ഇവരൊക്കെ എഴുതിച്ചുള്ള ഇമ്മോറൽ ട്രാഫിക്കിന് എടുത്തു. അങ്ങനെ പിന്നെ സെക്സ് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. അതുപോലെ ചില യുവതലമുറയെ വഴിതെറ്റിക്കുന്നു. ഇന്ന് ആലോചിച്ച് നോക്കുക, അതിൽ എത്രയോ വളരെ മാരകമായ രീതിയിൽ, വളരെ മ്ലേച്ഛമായ രീതിയിൽ എന്തെല്ലാം പടങ്ങളിലൂടെ വന്നിട്ടുണ്ട്.
ഇതിനൊക്കെ വലിയ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ഇദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ ഇത് സിനിമയ്ക്കുള്ളിലെ ഒരാളും ചെയ്തതല്ല. മലയാള സിനിമയ്ക്കകത്ത് നിന്ന് ഒരു മനുഷ്യന് ഇത് ചെയ്തതല്ല അല്ലാന്ന് ഞാൻ പൂർണ്ണമായി പറയുന്നു. ഇത് പിന്നിൽ പുറത്തുള്ള ഏതോ ഒരു ശക്തിയാണ് ചെയ്തിട്ടുള്ളത്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് എന്താ ലക്ഷ്യം എനിക്കറിയില്ല. ഈ അമ്മയുടെ എലക്ഷൻ എന്ന് പറയുന്നത് ഇതേവരെ ഉണ്ടാവാത്ത ഒരു പ്രസക്തി അതിലുണ്ട് ഇപ്പോഴത്തെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഈ അമ്മ അസോസിയേഷൻ തകർക്കണം. അവരുടെ ചില ഒരു സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം. അമ്മയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഏറ്റവും നല്ലത് ഒരു ടാർഗറ്റായിട്ടാണ് ഈ ശ്വേതാ മേനോനെ ആ ഫോഴ്സ് ഉപയോഗിച്ചത്. അപ്പോൾ അമ്മയിലൊരു ഉൾപ്പിളർപ്പ് ഉണ്ടാവുകയും ചെയ്യും. ഉൾപ്പിളർപ്പുണ്ടാവും. ഒരു പക്ഷേ അതായത് എലക്ഷനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അജണ്ടയാണ്, ഒരു ഇതാണത്. അല്ലാതെ വേറെ ഒന്നുമല്ല. അതിനകത്ത് ആ ഒരു ഞാനൊരു ശക്തിയൊന്നും കാണുന്നില്ല. ചില ഈ ഞരമ്പ് രോഗികൾ ഉണ്ടാവുള്ളൂ, അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് ഒന്നുമില്ല. സീരിയസ് മാറ്ററേ അല്ല അത്. അതുകൊണ്ടൊന്നും അമ്മയ്ക്കോ ശ്വേതയ്ക്കോ ഒന്നും പറ്റില്ല. ഒരു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാവണമല്ലോ എപ്പോഴും ഒരു കാൻഡിഡേറ്റിന്. തീർച്ചയായിട്ടും. ശ്വേതാ മേനോനോട് ഈ വിഷയമായിട്ട് സംബന്ധിച്ച് സംസാരിച്ചിരുന്നോ? എന്തെങ്കിലും രീതിയിലുള്ളൊരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട്? യെസ്, ഞാൻ അവർക്ക് പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിപൂർണ്ണ പിന്തുണ 100% ആണ്. അതിനകത്ത് വേറൊരു ഒരു മോട്ടീവില്ല. അത് എൻ്റെ ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒക്കെ കൂടി അത് മത്സരം വേറെ, മത്സരിക്കുന്നത് വേറെയാണത്. അത് നമ്മളൊരു ആശയമുണ്ട്, നമുക്ക് ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. പേഴ്സണാലിറ്റികൾ തമ്മിലുള്ള മേറ്ററല്ലല്ലോ. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ ഞാൻ അവരോടൊപ്പം നിൽക്കണ്ടേ. അല്ലാതെ ആ ഒരു സംഗതി എടുത്തിട്ട് എരിയുന്ന തീയിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത് നമ്മളൊരു കടമയാണ്. കാരണം നമ്മളത് വിശ്വസിക്കുന്നില്ല അവരങ്ങനെ. കാരണം അവർ വളച്ചൊടിച്ചതാണ്, വ്യാഖ്യാനമാണത്. ഇവർ ചെയ്ത റോളുകൾ മുഴുവനുള്ളൂ, ഇവർ പറയപ്പെടുന്ന ഈ സീനുകൾ മുഴുവനും ഒരു റൈറ്ററും ഒരു ഡയറക്ടറും കൂടി അവരുടെ ഇമാജിനേഷനിൽ ഉണ്ടാക്കിയ സാധനം ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചു എന്നുള്ളതാണ്. അഭിനയിച്ചതല്ല, അഭിനയിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഒരു പ്രൊഫഷണൽ ആക്ടർ എന്ന നിലയ്ക്ക് ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അല്ല, ബാധ്യസ്ഥയാണ് ഇത് ചെയ്യാനായിട്ട്. ഷീസ് ഒരു പ്രൊഫഷണൽ ആക്ടർ അല്ലേ, അപ്പോൾ അത് ചെയ്യേണ്ടി വരും. പിന്നെ ഇവർ പറയുന്ന രീതിയിലുള്ള സംഗതി നമ്മൾ എല്ലാവരും കണ്ടതാണ്, പടം അല്ലേ, എല്ലാ ആൾക്കാരും കണ്ടതാണ്. അപ്പോൾ ആർക്കും ഒരു പ്രശ്നം തോന്നിയിട്ടില്ല, എൻജോയ് ചെയ്തു നമ്മൾ. അത് മാത്രമല്ല, സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെയുണ്ട്. ആ സെൻസർ ബോർഡ് നോക്കിയിട്ട് അവർ പെർമിറ്റ് ചെയ്ത ഒരു പടമാണിത്. അപ്പോൾ പിന്നെ എവിടെയാണ് കേസ് വരുന്നത്? എന്താണ് ഇതൊരു പ്രശ്നം? എനിക്ക് തോന്നുന്നില്ല. ഈ കോടതി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കോടതി ഇത് എടുത്ത് വലിച്ച് തൂക്കിയെറിയും. ഈ അമ്മയെ തകർക്കുന്നത് കൊണ്ട് ആർക്കാണ് ലാഭം, അല്ലെങ്കിൽ ആർക്കാണ് ഇത്ര സന്തോഷം ലഭിക്കുന്നത്? അങ്ങനത്തെ കുറേ ആൾക്കാരുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ സംസാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും എനിക്ക് കുറേ കാലം മനസ്സിലായിട്ടുണ്ട്. കാരണം ബേസിക്കലി അസൂയാണ്, ബേസിക് വികാരം എന്ന് പറഞ്ഞാൽ അസൂയാണ്. ഇങ്ങനെ എന്തമ്മ എന്ന് പറയുന്നത് അവർക്ക്, കാരണം അമ്മ ചെയ്യുന്ന നന്മകളെ പറ്റിയിട്ട് അറിയാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഈ അമ്മ ചെയ്യുന്ന ഇത് എന്തിനാണ് അവർ മാത്രം ചെയ്യുന്നത് അങ്ങനെയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ വൈരാഗ്യങ്ങൾ വെച്ചിട്ടായിരിക്കാം. അങ്ങനെ ഉണ്ടാവുമല്ലോ പേഴ്സണലായിട്ട്. അപ്പോൾ അവർ കാത്തിരിക്കുകയാണ്. അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ പണ്ടങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവർ ഇപ്പോൾ വേണ്ട. അപ്പോൾ എപ്പോഴും ഈ ഒരു ഹൈലൈറ്റിലേക്ക് ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇവൻറ്റ് വരുമ്പോൾ അവിടെ അടിക്കാവനെ മനസ്സിലായി. ഇപ്പോൾ നമ്മളൊരു എലക്ഷൻ നിൽക്കുമ്പോൾ, കാര്യം നമ്മൾ മിണ്ടാണ്ട് നടക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. നമ്മളൊന്ന് എലക്ഷൻ നിന്ന് നോക്കി, നമ്മുടെ പേരിൽ ഇങ്ങനെ എലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കും. അതായാലും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒരുപാട് വരുവാണ്. അതാ ഇവൻ്റ് വരുമ്പോഴാണ്. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഇവൻ്റ് വന്നപ്പോൾ അമ്മയുടെ എലക്ഷൻ അത് വരുമ്പോൾ അതിനൊന്ന് ഡിസ്റ്റർബ് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് അവർക്ക്. ഈ ശ്വേതാ മേനോൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ തകർക്കാൻ വേണ്ടി ബാബുരാജിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനാണ് ഇത് എന്നുള്ള രീതിയിലൊരു തിയറിയും ബൂമപ്പ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ ഉള്ളിലെ 2 അംഗങ്ങളെ വെച്ചുകൊണ്ട് തന്നെ ഒരു കയോട്ടിക് സിറ്റുവേഷൻ ഉണ്ടാക്കുക, അത് സാധ്യമാവുന്നത് പോലെയല്ലേ കാണുന്നത്? അല്ല, ഇതിനകത്ത് ബാബുരാജിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് എനിക്കറിയില്ല, അത് ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ബാബുരാജ് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല അയാൾക്ക്. അതൊക്കെ ഉണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്?
എന്താണ് മോട്ടീവ്? ബാബുരാജിന് എന്താ മോട്ടീവ്? ഈ പിന്നെ ശ്വേതാമേനോൻ എങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനുള്ള മോട്ടീവ് ആൾക്കില്ലല്ലോ. അതല്ല ഞാൻ എപ്പോഴും പറയുന്നു, അമ്മയ്ക്കകത്തുള്ള ഒരാൾ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയ്ക്കോ ഇൻഡസ്ട്രിക്കകത്ത് അവരും ചെയ്യില്ല. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ചില വഴക്കുകളൊക്കെ ഉണ്ടാവാം. അതല്ലാതെ മാരകമായ രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരാളും മലയാള സിനിമയിലില്ല. ഈ അമ്മ പലപ്പോഴും ഈ പുരുഷാധികാരത്തിൻ്റെ ഒരു കേന്ദ്രമാണ്, ഇവിടെ ഒരു ഫ്യൂഡൽ മാടമ്പിത്തരമാണ് നടക്കുന്നതെന്ന് 2018 നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ അലിഗേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾക്ക് അവിടെ വേണ്ട വിധത്തിലുള്ള പ്രാതിനിധ്യം കൊടുക്കുന്നില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലായി വരുന്നു. അമ്മയുമായി വിഘടിച്ച് തന്നെയാണ്, ഒരു വിരുദ്ധാഭിപ്രായത്തിലൂടെ തന്നെയാണ് WCC ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ ഉണ്ടാകുന്നത്. എന്താണ് ശരിക്കും അമ്മയുടെ ഉള്ളിലെ സ്ത്രീ അഭിപ്രായത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ നിജസ്ഥിതി? ശരിക്കും പറയാൻ അമ്മയ്ക്ക് ഉള്ളിലത്തെ കാര്യം പറയാം, അമ്മയ്ക്ക് പുറത്തല്ല പറയണം. അമ്മയ്ക്കുള്ളിൽ ഇത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഈ AGM-ലൊക്കെ വന്നാലും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും നമ്മൾ അതിനപ്പോൾ ഇടപെട്ടിട്ട് ഞാൻ ഒരു ടേമിൽ 2 or 3 ടേമിൽ ഞാൻ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായിരുന്നു. ആ സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളത് തീർക്കാറുണ്ട്. അതല്ലാതെ ഒരു ഇഷ്യൂ ആയിട്ട് മാറ്റാറില്ല. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിലെന്ന് വെച്ചാൽ അങ്ങനെ ഈ അമ്മയിലേക്ക് അമ്മ ശ്രദ്ധിക്കുന്നില്ല, അമ്മ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പറയുന്നില്ല, ഒന്നും ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല അതിനെപ്പറ്റി. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഇന്നസെൻ്റ് 17 വർഷം നിന്ന ആളാണ്. എത്രയോ ഇഷ്യൂസ് അയാൾ സോൾവ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇഷ്യൂ. കാരണം അയാൾക്ക് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അയാൾക്കൊരു മെത്തേഡുണ്ട്. 17 വർഷമാണ് അയാൾക്ക് അൺഅപ്പോസ്ഡാണ്. 17 വർഷം അമ്മയുടെ പ്രസിഡൻ്റായിട്ട് ഇരുന്ന ആൾ ഇന്നസെൻ്റ്. അത് അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ടല്ലേ? അതെ, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ട് മാത്രമാണത് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഇഷ്യൂസ് നമുക്കറിയാവുന്നുണ്ട്, ഒരുപാട് ഇഷ്യൂസ് കറക്റ്റായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്, ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഇഷ്യൂ പോലും പുറത്തു പോകാത്ത വിധത്തിൽ അകത്ത് തന്നെ വെച്ചിട്ട് സോൾവ് ചെയ്തിട്ട് ഒരു മനുഷ്യനാണ്, ഒരു മഹാനാണ് ഇന്നസെൻ്റ്. അപ്പോൾ ആ ഇന്നസെൻ്റ് പോയി പിന്നെ മോഹൻലാൽ വന്നിട്ട് മോഹൻലാൽ ഇത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കേട്ടിടത്തോളം ഇപ്പോൾ അവരോടൊക്കെ അലിഗേഷൻസ് എന്ന് പറയുന്നത് അമ്മ ചെയ്യുന്നതല്ലത്. അമ്മ ഒരിക്കലും ചെയ്യില്ല, അമ്മ എന്ന സംഘടന ചെയ്യില്ല. ഇതൊക്കെ പേഴ്സണൽ വൈരാഗ്യങ്ങളാണ്, പേഴ്സണാലിറ്റി ടു പേഴ്സണാലിറ്റി. അല്ലാതെ ഒരു അമ്മ ഇങ്ങനെ ചെയ്തു, അമ്മ ഒന്നും ചെയ്തില്ല. അമ്മയ്ക്കകത്ത് പീഡനങ്ങളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അതുപോലെയുള്ള ഒന്നിനും ഈ വലുപ്പച്ചെറുപ്പങ്ങളില്ല, എല്ലാം ഒന്നുപോലെയാണ്. ഞാനത് നേരിട്ടിട്ട് കാണുന്ന ആളല്ലേ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ. പല ഇഷ്യൂസിലും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ നേരെ അമ്മയോട് വിളിച്ച് പറയും. അത് എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേസിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന് ഈ സൊല്യൂഷൻ കാണാത്തത് കാരണം ചില റിജിഡായിട്ടുള്ള ആൾക്കാരുണ്ട്, ഒരു തരത്തിൽ കോംപ്രമൈസ് തയ്യാറാവില്ല. അതൊരു വാശി എന്ന് പറയുള്ളൂ. അതിന് പറയുന്നത് നമ്മൾ വാശിയാണ്. വാശി കൊണ്ട് നമുക്ക് ഒരിക്കലും ജയം ഉണ്ടാവില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുകൊടുക്കണ്ടല്ലേ? ഇല്ല, ഞാനത് വിട്ടുകൊടുക്കില്ല എന്ന്. അത് പല സില്ലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വാശി. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ അങ്ങനെ ഉണ്ടായാൽ തന്നെ ഞാനത് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ എല്ലാ പ്രയത്നങ്ങളും ഉണ്ടാവും. സർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ 2 പേരുകളുണ്ടല്ലോ, ശ്രീ മോഹൻലാൽ, നമ്മളെ വിട്ടുപോയ മഹാനായ ഇന്നസെൻ്റ്. ഇവർക്ക് 2 പേർക്കും ഉള്ളൊരു പ്രത്യേകത, നല്ല രീതിയിൽ നയതന്ത്രം ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് അവർക്ക്. സാർ അതിനെ സ്വയം വിശകലനം ചെയ്ത് നോക്കുമ്പോൾ സാറിൻ്റെ ആ ഒരു കപ്പാസിറ്റി പറ്റി എന്താ തോന്നിയിട്ടുള്ളത്? അല്ല, അതേപോലെ ഞാൻ ചെറുപ്പം മുതലേ ഈ രാഷ്ട്രീയത്തിലുള്ള മനുഷ്യൻ, സ്കൂൾ ലൈഫിലെ ഞാൻ സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിലുള്ള ആളാണ്. അപ്പോൾ എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ വേദന കണ്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് വന്നത് തന്നെ. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അന്ന് മുതൽ എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, അങ്ങനെ ഒരു ജീവിതമാണ് എൻ്റേത്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ അയൽവക്കത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇടപെടും, പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ പല ആൾക്കാർക്കും പല എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. എന്തെങ്കിലും ഈ താലൂക്ക് ഓഫീസിൽ അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ ഈ ആശുപത്രികൾ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളൊരു ടീമുണ്ടായിരുന്നു, എല്ലാം കൂടി ആ കാര്യങ്ങൾ നടത്തി കൊടുക്കും. അങ്ങനെ വന്ന ആൾക്കാരാണ്. അങ്ങനെ ഇഷ്യൂസൊക്കെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് അന്ന് മുതലേ ഉണ്ട്, ഞങ്ങളറിയാതെ. പൗരപ്രവർത്തനം അന്നേ ഉണ്ട്. യെസ്, ആ പ്രവർത്തനം അന്നേ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദേവേന്ദ്ര പ്രസിഡന്റിനോടൊപ്പം
സ്ത്രീകൾ കൂടി അമ്മ സംഘടനയുടെ പ്രധാനപ്പെട്ട കീ റോളുകളിലേക്ക് വരുന്ന അങ്ങനെ ഒരു സ്വപ്നം ഇപ്പോൾ ഉണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഞാനിത് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നല്ല കാൻഡിഡേറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ അവരൊക്കെ ജയിക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയായിരിക്കും. അവരൊക്കെ ഇപ്പം നമുക്കൊരു പാനലൊന്നുമില്ല കേട്ടോ, നമുക്കൊരു പാനലില്ല. ഞാൻ പാനലിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം പാനലിൽ പാടില്ല എന്ന് നമുക്ക് തോന്നുന്നത്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇലക്ഷൻ ജയിച്ച് വരണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു പാനൽ, ആ പാനലിൽ ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡറിന് മാത്രമേ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പാടില്ല. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വരുന്നു. ആരാണ് പ്രസിഡൻറ്റ്, അയാൾക്കൊരു ഇയാൾക്ക് ഒരു ഒത്തുചേർന്ന് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു നയം നമുക്കുണ്ടായാൽ പിന്നെ പ്രശ്നങ്ങളില്ല. അവിടെയാണ് ജനാധിപത്യം വർക്കാവുകയും ചെയ്യുന്നത്. അവിടെയാണ് ജനാധിപത്യം വർക്കാവുക. അവിടെ നേരത്തെ തന്നെ നമ്മൾ പാനലുണ്ടാക്കി അത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണത്. ഒരു പാനലിൻ്റെ കൂടെ ഇന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു പാനൽ എന്ന് പറയുമ്പോൾ അയാളുണ്ടല്ലോ അല്ലേ, അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ പറ്റി ആരും നോക്കില്ല. മനസ്സിലായില്ലേ? ഈ പാനലിൽ അനർഹരായ ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇത് ലീഡ് ചെയ്യുന്ന ആൾ നോക്കിയിട്ട് അയാളാണല്ലോ, അപ്പോൾ ആ പാനലിന് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അവിടെ ജനാധിപത്യമില്ല. ജനാധിപത്യമാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ മത്സരിക്കുക, ജയിക്കുക, എന്നിട്ട് അപ്പോൾ പാനലിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ജയിച്ചവരുടെ ഉള്ളിൽ നിന്നും നമ്മൾ പാനൽ സെലക്ട് ചെയ്യുക. അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അമ്മ എന്ന സംഘടനയുടെ ഒരു പ്രതിച്ഛായ നഷ്ടപ്പെട്ട അനേകം സംഭവങ്ങൾ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയം തൊട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു നടൻ ലത്തീഫ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ സംഭാഷണം വലിയ രീതിയിൽ വൈറലാവുന്നു. എല്ലാ സാറ്റലൈറ്റ് ചാനലുകളും ഉൾപ്പെടെയാണ് ആ ഫോൺ സംഭാഷണം ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ജയൻ ചേർത്തലയുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ്. അത്യന്തം നിന്ദ ഉൾക്കൊള്ളുന്ന, അത്യന്തം സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു പരാമർശമായിരുന്നു ആ ഫോൺ സംഭാഷണത്തിൽ ഉൾപ്പെടെയുള്ളത്. അദ്ദേഹവും എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹവും ഇലക്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നാമനിർദ്ദേശ പട്ടിക നൽകിയിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ ഒരു സ്വഭാവം വെച്ച് ഇങ്ങനെയുള്ളവരാണ് ഇവിടെ മത്സരിക്കുന്നത്. ഈ അമ്മ എന്ന സംഘടന അപ്പോൾ ആളുകൾ റേറ്റ് ചെയ്യില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാം പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിലും ഇങ്ങനെ ഈ സംഭാഷണങ്ങളുണ്ടല്ലോ, ആ സംഭാഷണത്തിൻ്റെ വൈകൃതങ്ങളിലൂടെയുള്ള ഒരു സംഭാഷണത്തിൻ്റെ പ്രശ്നങ്ങൾ വഹിക്കേണ്ടത് അവർ തന്നെയാണ്, അമ്മയല്ല. ഇത് അമ്മയല്ലല്ലോ പറയുന്നത്. അതിന് ബാധ്യസ്ഥത അവർക്കാണ്. അതിൻ്റെ തിക്താനുഭവം ഉണ്ടാവുന്നത് അവർക്ക് തന്നെയാണ്. ഇപ്പോൾ നിയമത്തെ പറ്റിയൊക്കെ കൃത്യമായി ധാരണയുള്ള അറിവുള്ള ഒരാളാണ് ശ്രീദേവൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ അമ്മ എന്നുള്ള സംഘടന പ്രവർത്തിക്കുന്നത് മര്യാദകളുടെ പുറത്തായിരിക്കുമോ അതോ ബൈലോൻ്റെ പുറത്തായിരിക്കുമോ? ബൈലോ പ്രകാരമാണെങ്കിൽ അമ്മയിൽ 1-2 കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് നടൻ ദിലീപിനെ പുറത്താക്കുന്ന സംഭവം, അല്ലെങ്കിൽ ഇപ്പോൾ ബാബുരാജിനോട് മത്സരിക്കാൻ പാടില്ല, ഒരു മര്യാദയുടെ പുറത്ത് ബാബുരാജ് മാറി നിൽക്കണമെന്ന് പറയുന്ന കാര്യം, അത് ബൈലോ പ്രകാരം അങ്ങനെ നമുക്ക് ആവശ്യപ്പെടാനും പറ്റില്ല. അപ്പോൾ ശരിക്കും ഇവിടെ മര്യാദകൾക്കാണോ പ്രധാനം അതോ ബൈലോനാണോ പ്രധാനം? എന്താ ആ ഒരു രീതിയിൽ താങ്കളുടെ സ്റ്റാൻഡ്? രണ്ടും കൂടി ചേർന്നതാണ്. ഈ ബൈലോ മാത്രമായതുകൊണ്ട് നമുക്ക് കിട്ടാം. ബൈലോ ഭയങ്കര റിജിഡാണ്. ഈ മര്യാദയാണ് ഈ റിജിഡിറ്റിനെ നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കൂടി ചേർന്നാലാണ് ഒരു നല്ലൊരു ഭരണകർത്താവ് ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും വേണം നമുക്ക്. മര്യാദ വേണം. അല്ലാണ്ട് ഈ ബൈലോ നോക്കിയിട്ട് മാത്രം നോക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ഭയങ്കര റിജിഡാണ്. ഇന്നമാതിരി ഇയാൾ ഇപ്പോൾ പ്രവർത്തിച്ച ഇയാൾ പിരിച്ചു വിടണം, അത് ബൈലോ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഈ സംഭാഷണത്തിലൂടെ ഈ വിചാരണയിലൂടെ നമ്മൾ തീരുമാനിക്കും. അതാണ് മര്യാദ. നമ്മൾ അയാളെ കേൾക്കുന്നു, എന്താ നിങ്ങളുടെ പ്രശ്നം, അല്ല തിരുത്താൻ തയ്യാറാണോ, ആണ് എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ അവിടെ മര്യാദയാണ് പ്രസക്തി, ബൈലോ അല്ല. അയാൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ബൈലോ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ ഒരു വെച്ചാൽ എല്ലാ അംഗങ്ങളും 506 അംഗങ്ങളും എൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ ഈ ബൈലോ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിരോധിക്കണമെങ്കിൽ ബൈലോ പഠിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ എന്തെങ്കിലും തരത്തിൽ ബൈലോവിന് എഗൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം അവിടെ നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇറ്റ് ഇസ് എഗൻസ്റ്റ് ബൈലോ, നമ്മളെ എഫക്റ്റീവ് അത്. ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത് ഈ ബൈലോവിനെ പറ്റിയ ഒന്നും അറിയാത്ത കുറേ അംഗങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നത്. ദർ ഇസ് എ സ്പെസിഫിക് ബൈലോ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഇതൊക്കെ ഉണ്ട്, ഇതിനെ ചെയ്യാൻ പാടില്ല. അതായത് അമ്മയെപ്പറ്റി പുറത്തു പോയി ആക്ഷേപിക്കാൻ പാടില്ല എന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ കമ്മിറ്റി
പുറത്താക്കാനുള്ള അവകാശം കമ്മിറ്റിക്കുണ്ട്. എക്സ്പെൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഉണ്ട്, എക്സ്പെൽ ചെയ്യാനുള്ള അവകാശം കൂടെ ഉണ്ട്. കമ്മിറ്റി ഭയങ്കര പവർഫുള്ളാണ്, മനസ്സിലായില്ലേ? അവിടെയാണ് മര്യാദ എന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങൾക്ക് പറഞ്ഞു അത് ശരിയായില്ല എന്ന് നിങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തുക. അവർ പറയാണ് ശരിയാണ് അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവരെ എടുക്കും. നടൻ ദിലീപിനെ അമ്മ സംഘടന ആദ്യം പുറത്താക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ നടൻ ദിലീപ് തന്നെ ഇപ്പോൾ അമ്മ സംഘടനയ്ക്കില്ല എന്ന നിലപാടുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബാബുരാജ് ഇലക്ഷന് വേണ്ടി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ബാബുരാജിനോട് മര്യാദ കാണിക്കണമെന്നാണ് മാലാപ്രവതി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ദിലീപ് കാണിച്ചൊരു മര്യാദയുണ്ടല്ലോ, ബൈലോയ്ക്ക് അപ്പുറമുള്ള മര്യാദ, അത് ബാബുരാജ് കാണിക്കണമെന്നാണോ സാറിൻ്റെ ഒരു സ്റ്റാൻഡ്? തീർച്ചയായിട്ടും കാണിക്കേണ്ടതായിരുന്നു. എലിഗേഷൻസ് വന്നു, അത് വളരെ സീരിയസ് ആയിട്ടുള്ള എലിഗേഷൻസാണ്, പോലീസ് കേസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ സിദ്ദിഖിൻ്റെ മേലെയുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എലിഗേഷനാണ്. ഇത് ആരോപണം വന്ന ഉടനെ വേറെ ആളും ചോദിക്കാനായിട്ട് അവസരം കൊടുക്കാതെ സിദ്ദിഖ് രാജിവെച്ചില്ലേ, അതാണ് മര്യാദ എന്ന് പറയുന്നത്.